ഇതാ പിടിച്ചോ നല്ല അടിപൊളി നാടൻ ബീഫ് റോസ്റ്റ് റെസിപ്പി. നല്ല അടിച്ച പൊറോട്ടയുടെ കൂടെ നല്ല കറുത്ത് മൊരിഞ്ഞ ബീഫ് റോസ്റ്റ്. ആഹാ, അടിപൊളിയല്ലേ? ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽസിൽ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളതും ഈ ഒരു ബീഫ് റോസ്റ്റ് റെസിപ്പിക്കാണ്. ഇൻഗ്രീഡിയൻസ് ഇതാ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് കുക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ ബീഫിൽ 2-3 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്യുകയാണെങ്കിൽ ബീഫ് ഒന്നുകൂടെ സോഫ്റ്റ് ആൻഡ് വെൽ കുക്ക്ഡ് ആയിട്ട് കിട്ടും. കുഴച്ച് വെച്ച് ബീഫ് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് കുക്കറിൽ വെക്കാം. യൂഷ്വലി ഞാൻ 5 വിസിൽ ഇൻ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെക്കാറ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. ചൂടായ ബോട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വറ്റൽമുളകും ചെറിയുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വറ്റൽമുളകും ചെറിയുള്ളിയും ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഒരുപാട് അരഞ്ഞു പോകാതെ, അതായത് ഒരുപാട് പേസ്റ്റ് ആവാതെ നോക്കണേ. ഒന്ന് റഫ്ലി ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം കുറച്ച് ചതച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ബ്രൗൺ ആയ ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച് ബീഫ് ചേർത്ത് കുറച്ച് ബീഫ് സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ബീഫ് ചേർത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്കായിട്ട് 2-3 തവണ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, വലിയ ജീരകപ്പൊടി ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ബ്ലാക്ക് ബ്രൗൺ കളറായി വരും, വിച്ച് മീൻസ് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ബീഫ് പ്രേമികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. പിന്നെ റെസിപ്പിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട, ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.